ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് അത് സ്വന്തം ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഭയം കുറഞ്ഞ് ഭയം ഇല്ലാണ്ടാകണത്. ഞാൻ ഒത്തിരി പേരെ ഈ കൗൺസിലിലൂടെ ജീവിതത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അവരത് ഏശുന്നില്ല. എന്താ കാര്യം? അവർ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവത്തിന് ആ വിഷയത്തിൽ പരിഹാരമുണ്ട്. കർത്താവ് സമയമാകുമ്പോൾ കർത്താവ് പരിഹരിച്ചുകൊള്ളും. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മളിലൂടെ നമ്മൾ പുരോഗമിക്കുന്നത്. ഇതൊരു യാത്രയിൽ നമ്മൾ ഭയരഹിതമായി സീറോ ഫിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. മറിയം കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സീറോ ഫിയറാണ്. എന്താണ്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ലെന്നുള്ള വാക്കിൽ അവൾ വിശ്വസിച്ചാണ് അവൾ നിൽക്കുന്നത്. അവർ കിടന്ന് കുരിശിൻ്റെ ചുവട്ടൊരു അമ്മയല്ലേ, ഒരു കുറേ ഇറച്ചിയായിട്ടല്ലേ ഈശോ മോടി തൂങ്ങണത്. ആരായാലും വീണ് പോകേണ്ടതല്ലേ, വീഴത്തില്ല. ഫിയർ നോട്ടെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുരിശുമരണത്തിൻ്റെ തലേ ദിവസം അമ്മയ്ക്കൊന്ന് വേണമെങ്കിൽ ദൈവത്തൊന്ന് പ്രത്യക്ഷപ്പെടാമായിരുന്നു. മറിയം നാളെയാണല്ലോ ദിവസം, ഭയപ്പെടരുതെന്ന് പറയാമല്ലോ. പക്ഷെ പറഞ്ഞില്ല. മറിയം കുറിച്ച് ചുവട്ട് ഭയപ്പെടാതെ നിൽക്കുമെന്ന് ദൈവത്തിന് നല്ല വിശ്വാസമാണ്. മറിയത്തെ കണ്ടു പഠിക്കണേ. ജീവിക്കണമെങ്കിൽ മറിയത്തെ കണ്ടു പഠിക്കണം. അതാണ് ഞാൻ പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്.